പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സോണിൻ്റെ L8100 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടുവരാം. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത്. പ്രിൻ്ററിൻ്റെ ബോക്സിന് പുറത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്ററിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. A4 മാക്സിമം A4 പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. വൈഫൈ ഉണ്ട്, പ്രിൻ്റ് ഉണ്ട്, സ്കാൻ ഉണ്ട്, കോപ്പി ഉണ്ട്. ഇതെല്ലാം ഇതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. എപ്സോണിൻ്റെ പുതിയ സീരീസ് പ്രിൻ്ററിലൊന്നും ഡ്രൈവർ CD കൂടെ വരുന്നില്ല. നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത്. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ മാനുവൽ ഉണ്ട്. അതേപോലെ CD ID കാർഡ് ട്രേയും ഈ ഒരു യൂസർ മാനുവലിൻ്റെ താഴെ ആ പാക്കിങ്ങിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ പിറകുവശത്തൂടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ID കാർഡ് ട്രേക്കൊക്കെ ഉപയോഗിക്കുന്ന ട്രേ വരുന്നത്. ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലാണ് ഇങ്ക് ബോട്ടിൽസ് ആൻഡ് പവർ കേബിൾ വരുന്നത്. 6 ഇങ്ക് ബോട്ടിൽസ് കൂടെ വരുന്നുണ്ട്. ലൈറ്റ് മജന്ത, ലൈറ്റ് സിയാന് മജന്ത, ബ്ലാക്ക്, യെല്ലോ, അങ്ങനെ 6 ബോട്ടിലാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. അത് ജസ്റ്റ് മാറ്റി വെക്കുന്നു. പവർ കേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതും ജസ്റ്റ് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഈ രണ്ട് കാണുന്ന തെർമോകോപ്പീസുകൾ മാറ്റി വെക്കുക. എന്നിട്ട് ബോക്സിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കുക. അതിനുശേഷം പാക്കിംഗ് കവർ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ കുറേ ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. മസ്റ്റായിട്ട് ആ ബ്ലൂ കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യരുത്. അപ്പോൾ ഞാൻ ആ ബ്ലൂ സ്റ്റിക്കർ 1 by 1 ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. സാധാരണ പ്രിൻ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാൻ ചോദിക്കും. നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്തിട്ട് മതി നമ്മൾ പ്രിൻ്റർ ഓൺ ആക്കൽ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ 6 ഇങ്ക് ബോട്ടിൽസ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ആ ലാമിനേറ്റഡ് പാക്കിംഗ് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ ആദ്യം നമ്മൾ ഈ സ്കാനർ മോഡ്യൂൾ ഇതേപോലെ ജസ്റ്റ് 45 ആംഗിൾ ഓപ്പൺ ചെയ്ത് വെക്കണം. ഇവിടെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള ടാങ്ക് വരുന്നത്. അതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എപ്സോണിൻ്റെ 057 സീരീസ് ഇങ്ക് മാത്രമേ ഈ മോഡൽ പ്രിൻ്ററിൽ ഉപയോഗിക്കാവൂ. ആ കാര്യം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ആദ്യം ഫില്ല് ചെയ്യാൻ വേണ്ടി ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തുകൊണ്ട് ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ആ ടാങ്കിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക് അതിനെ ഇങ്ക് ഫില്ലാവുന്നത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ ഇങ്ക് ഭാവിയിൽ നമ്മൾ ഇങ്ക് കഴിയാനയക്കണോ എന്നുള്ളത് ഇവിടെ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ നോക്കുക. ഇവിടെ ഇങ്ക് ലെവൽ അറിയാൻ കഴിയുന്നതാണ്. താഴെ കാണുന്ന ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആകുമ്പോൾ അതിൽ കുറച്ച് ഇങ്ക് ബാലൻസ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് സിയാനാണ്. ലൈറ്റ് സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നേരെ ടാങ്കിലേക്ക് ആ ബോട്ടിൽ ഇറക്കി വെക്കുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ട് തന്നെ വെക്കാവുന്നതാണ്. അവിടെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ലൈറ്റ് സിയാൻ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ബോട്ടിൽ എടുക്കുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇങ്ക് ബാലൻസ് വരുന്നുണ്ട്. അത് നമ്മൾ പ്രിൻ്ററിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ മജന്ത ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മജന്ത ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ മജന്ത ടാങ്ക് ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ക് ബോട്ടിൽ മാറ്റി വെക്കുന്നു. അതിലും കുറച്ച് ഇങ്ക് ബാലൻസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത് സിയാൻ്റെ ടാങ്കാണ്. സിയാൻ്റെ ബോട്ടിൽ എടുത്തു. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നേരെ ടാങ്കിലേക്ക് ബോട്ടിൽ ഇറക്കി വെക്കുന്നു. അത് ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാം.
ടാങ്കിൽ ഇങ്ക് ഫില്ലായിട്ടുണ്ട്. നേരെ ബോട്ടിൽ റിമൂവ് ചെയ്യുന്നു. ആ ബോട്ടിലും കുറച്ച് ഇങ്ക് ബാലൻസ് കാണാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് യെല്ലോ ടാങ്കാണ്. യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ടോപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇറക്കി വെക്കുന്നു. ഓക്കെ, അങ്ങനെ ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ യെല്ലോ ടാങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ നേരെ മാറ്റി വെക്കുന്നു. ലാസ്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് മജന്തയുടെ ടാങ്കാണ്. അതിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നേരെ ബോട്ടിൽ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏകദേശം നമ്മൾ 6 ടാങ്കും ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ ഇങ്ക് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒറിജിനൽ ഇങ്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഫോട്ടോ പ്രിൻ്ററാണ്. ഇങ്കിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വന്നാൽ അത് നമ്മുടെ പ്രിൻ്റ് ഔട്ടിൻ്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ലൈറ്റ് മജന്ത ടാങ്ക് ടോപ്പ് ക്ലോസ് ചെയ്തു. മെയിൻ ടോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കാനർ മൊഡ്യൂൾ ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്തതിന് ശേഷം കൈയെടുക്കുക. ഓട്ടോമാറ്റിക് തന്നെ ക്ലോസ് ആവുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുകയാണ് വേണ്ടത്. പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് റൈറ്റ് സൈഡിലാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. പ്രിൻ്റർ ഓൺ ആയി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ USB കേബിൾ കണക്ട് ചെയ്യരുത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എപ്സൻ്റെ ലോഗോ കഴിഞ്ഞ ശേഷം ചെറിയൊരു ഇനീഷ്യൽ ലോഡിംഗ് ഉണ്ടാവും. അതിനുശേഷം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചോദിക്കുന്നത് സ്മാർട്ട് പാനൽ വഴി ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യണോ എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് നോന്ന് കൊടുക്കുന്നു. ഇവിടെ ജസ്റ്റ് റിജക്റ്റ് എന്നുള്ളത് കൊടുക്കുക. പിന്നെ ചെറിയൊരു പ്രോസസ്സിംഗ് ആണ്, ചെറിയൊരു ഇതേപോലെ ഒരു ലോഡിംഗ് ഉണ്ടാവും. അതിനുശേഷം സ്ക്രീനിൽ അടുത്തൊരു മെസ്സേജ് വരുന്നതാണ്. യെസ്, ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആൾറെഡി ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോരോ ടാങ്കും ഫില്ല് ചെയ്താണോ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊസീഡിന് വേണ്ടി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓരോരോ ടാങ്കും ഫില്ല് ചെയ്തതാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞ് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഈ ഒരു എംബ്ലം കാണുന്ന സിമ്പിൾ ബട്ടൺ നമ്മളോട് ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അടുത്ത മെസ്സേജ് വരും. അവിടെ സ്റ്റാർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 മിനിറ്റ് ഇതുണ്ടാവും, ഈ പ്രോസസ്സിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്ക്രീനിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഒരിക്കലും പ്രിൻ്റർ ഓഫ് ആവാനും പാടില്ല. യെസ്, നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ അലൈൻമെൻറ്റ് സെറ്റിംഗ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ലേറ്റർ എന്ന് കൊടുക്കുക. ഇതേപോലെ നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്കാനർ ഡ്രൈവർ, പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് സ്കാനിങ് പ്രിൻറ്റിങ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ഇങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇങ്ക് ബോട്ടിൽ കുറച്ച് ഇങ്ക് ബാലൻസ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് വീക്കോ കഴിഞ്ഞിട്ട് അത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോഴാണ് ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.